Rehan, Parvati, Megha, good morning. Nimmi, Anju, Rehan, Nandaya. Hi, good morning. Ashwini, good morning. Okay, let us start. Okay, Ansia, good morning. Let us start. Christmas ഒക്കെ എങ്ങനെയുണ്ട്? സുഖമാണ് ഇസാൻ? ക്രിസ്തുമസും ന്യൂ ഇയർ ഒക്കെ തകർത്തോ? സിദ്ധാർത്ഥ്, ഗുഡ് മോർണിംഗ്. കുഴപ്പമില്ല എന്നാണ് ഇസാൻ പറയുന്നത്. ഓക്കെ മേഘ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഹസീന, വെക്കേഷൻ സൂപ്പർ ആയിരുന്നു. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ന്യൂ ഇയർ കൊള്ളാം, ക്രിസ്മസ് പോയി, അതാണ് മെറി. ഓക്കെ അഞ്ജു, യെസ്. കലണ്ടറേ മാറിയുള്ളൂ, ഞാൻ മാറിയില്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ എപ്പോഴും പഴയത് തന്നെയാണ് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് സാർ. ഓക്കെ ഓക്കെ ജോഷി, ഓക്കെ. യെസ് അഞ്ജു, യെസ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക. യെസ്, ഓക്കെ. മനുഷ്യനെന്നും മാറ്റത്തിന് വിധേയനാണെന്നല്ല പറയുന്നത്, അപ്പോ മാറ്റങ്ങൾ വരട്ടെ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. സബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ പോസിറ്റീവായിട്ടുള്ള വാചകങ്ങളും നെഗറ്റീവായിട്ടുള്ള വാചകങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. യെസ്, ഓക്കെ. അതിന്റെ നെഗറ്റീവ് വാചകങ്ങളും പോസിറ്റീവ് വാചകങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ന്യൂ ഇയറിന്റെയും ക്രിസ്തുമസിന്റെയും എല്ലാം തിക്കിലും തിരക്കിലും സദ്യയിലൊക്കെ അത് വിട്ടുപോയിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയുന്നു. ദേ വിൽ ഗോ, അവർ പോകും. ദേ വിൽ നോട്ട് ഗോ, അവർ പോകില്ല. ഐ വിൽ ടേക്ക്, ഞാൻ എടുക്കും. ഐ വിൽ നോട്ട് ടേക്ക്, ഞാൻ എടുക്കില്ല. യു വിൽ സ്റ്റഡി, നീ പഠിക്കും. യു വിൽ നോട്ട് സ്റ്റഡി, നീ പഠിക്കില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ മോഡലായിട്ടുള്ള വാചകമാക്കി മാറ്റിയത്. അപ്പോ നീ പഠിക്കും എന്നുള്ളതിന് യു വിൽ സ്റ്റഡി. നീ പഠിക്കില്ല എന്നാണെങ്കിൽ യു വിൽ നോട്ട് സ്റ്റഡി. ഞാൻ ആ ചോദ്യം ഒന്ന് മാറ്റുകയാണ്. നീ പഠിക്കുമോ? നീ പഠിക്കുമോ? അപ്പൊ ഇല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണോ ചോദിക്കുന്നത്. നീ പഠിക്കുമോ? നാളെ നീ പഠിക്കുമോ? മറ്റന്നാൾ നീ പഠിക്കുമോ എന്ന് പറഞ്ഞ പോലെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം ചെയ്യും. നീ പഠിക്കുമോ? അപ്പൊ ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും ഇതേപോലെ ചോദ്യം നമ്മൾ നോക്കിയിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ചോദിച്ച ചോദ്യം നീ പഠിക്കാറുണ്ടോ? സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ചോദിച്ച ചോദ്യം നീ പഠിച്ചോ? ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ ചോദിക്കുന്നത് നീ പഠിക്കുമോ? യെസ്, നീ പഠിക്കുമോ? അത് എഴുതാൻ വേണ്ടിയിട്ട് നീ പഠിക്കില്ല എന്ന് പറഞ്ഞപ്പോ യു വിൽ നോട്ട് സ്റ്റഡി എന്ന് പറഞ്ഞു. അതിനകത്ത് നോട്ട് അങ്ങോട്ട് കളയാം. എന്നിട്ട് ആ വില്ല് ആദ്യം പറയാം. എന്തായി? വിൽ യു സ്റ്റഡി? നീ പഠിക്കുമോ? നീ എന്റെ കൂടെ വരുമോ? വിൽ യു കം വിത്ത് മീ? യെസ്, ഒരു ദിലീപിന്റെ സിനിമയിൽ പറയുന്നത് വിൽ യു മാരി മീ? കേട്ടോ, നീ എന്നെ വിവാഹം കഴിക്കുമോ? വിൽ യു മാരി മീ? യെസ്. വിൽ യു കം വിത്ത് മീ? നീ എന്റെ കൂടെ വരുമോ? വിൽ യു ഡ്രിങ്ക് ടീ? നീ ചായ കുടിക്കുമോ? യെസ്. വിൽ യു ഡ്രിങ്ക് കോഫി? നീ കോഫി കുടിക്കുമോ? യെസ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. വിൽ യുവർ ഫാദർ കം അറ്റ് 9 o'clock?
നിന്റെ അച്ഛൻ 9 മണിക്ക് വരുമോ? യെസ്. വിൽ യു കം വിത്ത് മീ? ഓക്കെ ഐഷ, കറക്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടാം. യെസ്. വിൽ യു കം വിത്ത് മീ? യെസ്. ഓക്കെ. അപ്പൊ വില്ല് ആദ്യം വന്ന് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറും. ടേൺ ഇറ്റ് ടു എ ക്വസ്റ്റ്യൻ, ചോദ്യമായിട്ട് മാറുന്നു. യെസ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇസാൻ ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാൻ വിളിക്കാം, ഒരു മിനിറ്റ്. യെസ്. ഭവിഷ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇസാനും ഭവിഷയും കൂടി കണ്ടുമുട്ടിയെന്ന് വിചാരിക്കും, വളരെ യാദൃശ്യമായിട്ട്. അപ്പൊ ഇസാൻ എന്ത് ചെയ്യണം? ഭവിഷ്യനോട് വില്ല് വെച്ച് വരുന്ന 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ വില്ല് വെച്ച് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ ചോദിക്കാം? ഒരു റെസ്റ്റോറന്റ് വെച്ചാണ് കണ്ടുമുട്ടിയത്. അപ്പൊ ഇസാനെ വേണം ചോദിക്കാം, ഭവിഷ്യ ചായ കുടിക്കുമോ? യെസ്. അപ്പൊ വേണം ഈ ചായ ഓർഡർ ചെയ്യാം. യെസ്. അങ്ങനെ ഒരു 5 ചോദ്യങ്ങൾ ഇസാൻ ആരോട് ചോദിക്കാം? ഭവിഷ്യോട് ചോദിക്കാം. വില്ല് വെച്ച് വരുന്ന ഒരു 5 ചോദ്യങ്ങൾ നമ്മൾ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തിനാ നിങ്ങൾക്ക് പറഞ്ഞോട്ടോ. ഇടയ്ക്കിടക്ക് വില്ല് ആദ്യം വരുന്ന എന്നാലാണ് ഭവിഷ്യക്ക് യെസ് നോ എന്ന് 2 ഉത്തരം പറയാൻ പറ്റുള്ളൂ. ചോദിക്കാം, ഭവിഷ്യോട് ചോദിക്കാം, വിൽ യു ഡ്രിങ്ക് ഇറ്റ്? അപ്പൊ ഭവിഷ്യ യെസ് ഐ വിൽ ഡ്രിങ്ക്. അപ്പൊ ഇസാൻ പറയാം, വെയിറ്റർ 2 cup of tea. യെസ്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, വിൽ യു ഈറ്റ് ബനാന ഫ്രൈ? അപ്പോ നോ ഐ വിൽ നോട്ട്. അപ്പൊ വീണ്ടും ഇസാൻ ചോദിക്കുന്നത്, വിൽ യു ഈറ്റ് കട്ട്ലൈറ്റ്? അപ്പൊ ഭവിഷ്യ യെസ് ഐ വിൽ ഈറ്റ്. വെയിറ്റർ 2 pieces of cutlet. യെസ്. അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. വില്ല് വെച്ച് വരുന്ന രസകരമായിട്ടുള്ള 2-3 ചോദ്യങ്ങൾ, 5 ചോദ്യങ്ങൾ ഭവിഷ്യയോട് ഇസാൻ ചോദിക്കുക. ഇസാൻ, ആർ യു റെഡി? ഞാൻ ഇസാന് ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം ഒന്ന് കെട്ടിപ്പിടിച്ചത്. ആർ യു ഓക്കെ? യെസ് സാർ. ചിരി കാണുമ്പോ അറിയാം. യെസ്. ഓക്കെ. ഭവിഷ്യ, be ready to answer the questions by Isan. ചോദിച്ചോളൂ ഇസാൻ. ഹായൊക്കെ പറഞ്ഞു മതിയോ? യാദൃശ്യമായിട്ട് കണ്ടുപിടിച്ചതല്ലേ? അത് കഴിഞ്ഞിട്ടൊക്കെ തുടിക്കാൻ മതി. ബാക്ക്ഗ്രൗണ്ട് വർക്ക് കിട്ടോ, നോ പ്രോബ്ലം. Good morning, Bhavisha. Good morning. How are you? I'm fine. Okay. Will you come with me in the Yes. Will you come with me? Will you come with me to the restaurant? Okay. Will you come with me to the restaurant? Yes, I will come. Yes. Okay. Okay. Will you drink coffee? Yes. Yeah. I like coffee. Okay. സാറ് വൈറ്റിലോട് ചോദിക്കണോ? അതൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മുടെ ഒരു ടാലന്റ് ആണ്. കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ. അതെ, ഇതൊക്കെ ചെയ്യണം. എന്നാലാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചമ്മലക്കില്ല. അതൊക്കെ ഒരു ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ധൈര്യം പ്രസന്റ് ചെയ്യണ്ടേ? Yes. അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു. യെസ് വെയിറ്റർ 2 cup of tea. Yes, waiter, 2 cup of tea. Sorry, coffee. Whatever it may be, as it is. Okay. Okay. Next, will you eat fried rice? No, I not like fried rice. Then what you want in it? I like biryani. Okay, waiter, please take 2 biryani. Okay. എന്ത് വഴി ചോദിച്ചാൽ നിങ്ങളുടെ 2 പേരുടെ കയ്യിലാണ് നീങ്ങുന്നത്. ഞങ്ങളൊക്കെ പ്രേക്ഷകരായിട്ട് നിൽക്കുകയാണ് അല്ലേ റസീന? യെസ്, ഇവര് ചോദിച്ചോട്ടെ. Okay. Yes. Will you study in our
എന്താണ് ഉദ്ദേശിച്ചത് സാർ? നമ്മളെ ഇത് കോഴ്സിന്റെ Hospital chapter. administration. Yes. Yes, I study. Will you ഓക്കെ ഐഷ കൊടുക്കണം. that's all, sir. Okay, sir. ചോദിച്ചോ. Mm. Will you come with me my brother marriage tomorrow? Yes, I will come marriage. I will come to a marriage function. അതിന് കൂടെ ഒരു ചോദ്യം കൂടി ചോദിക്കും. Where is the venue? അത് ചോദിക്കാം. സ്ഥലം ചോദിച്ചോ. Marriage place. Where is marriage place? Kananga town. Yes, I will definitely come. Thank you. Marriage. Thank you. Okay. Yes, okay, sir. Very good. Okay. Bhavisha, കുഴപ്പമില്ല. Bhavisha. Very good. Okay. Thank you, sir. Okay. ഇത് നിങ്ങൾ പറയുമ്പോഴേ നിങ്ങളുടെ ഉള്ളിലുള്ള ചമ്മല് അതൊക്കെ അങ്ങ് മാറിക്കണം. പിന്നെ അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിന്റെ കാര്യത്തിൽ, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. യെസ്, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകണ്ടേ. യെസ്, അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. ഇനി അടുത്ത രണ്ടുപേര് ആരൊക്കെയാണ് റെഡി? ഞാൻ റെഡി എന്ന് പറഞ്ഞ ആരാ റെഡി ആയിട്ട് വരാം? ഞാൻ എങ്ങനെയാണ് എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആയിട്ടുണ്ട്. അപ്പൊ റസീന റെഡിയാണ്, ക്രിസ്റ്റേന്ദു റെഡിയാണ്. ഓക്കെ. ക്രിസ്റ്റേന്ദു, പ്ലീസ് കം. Yes, sir. റസീന Yes, sir. യെസ്, ഓക്കെ. നിങ്ങൾ തൊട്ട് മുകളിൽ താഴെയായിട്ട് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടാം, സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടുമുട്ടാം, ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടാം, പാർക്കിൽ വെച്ച്, അത് നിങ്ങളുടെ ഇഷ്ടം. യെസ്, ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോളൂ. വില്ല് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ സിംഗിൾ ഫ്യൂച്ചറിന്റെ ക്വസ്റ്റ്യൻ ആവുള്ളൂ. വിൽ യു കം, വിൽ യു റീഡ്, വിൽ യു കം, അങ്ങനെ വില്ല് വെച്ച് വരും. ബാക്കിയുള്ളത് ചോദിച്ചോ. യെസ്, ഓക്കെ. റസീന ആൻഡ് ക്രിസ്റ്റേന്ദു, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Okay, sir. Hi, Krishnendu. Hi, Rasina. How are you? I am fine, Rasina. How are you? I am fine. Same to you. How is your? Will you celebrate New Year celebration? Yes, I am celebrating. Then how is your studies? I was also completed B.Ed. Okay. How is your now course, HRM course? How is Small children are in my house and their duties. Okay. Will you help me for the exam? Yes. Okay. Will you prepare me a cup of tea? Yes. I will prepare. Okay. Okay. Then will you travel with me in London in this vacation? No. Are you free? No. Okay. Will you come with me for movies? Okay. I am ready. Okay. Thank you. Will you teach me driving? No. Oh, you are not driving? It's not driving. Okay. Will you take me to Delhi? No. Okay. You are not free now. I think. Yes. Okay, റസീന, വെരി ഗുഡ്. റസീന, അപ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളാം. നമ്മളെപ്പോഴും ഇംഗ്ലീഷുകാരുടെ സ്റ്റൈൽ എടുക്കണം. നമുക്ക് നോ എന്നാണ് പറയുന്നതെങ്കിലും അതിന് മുന്നിൽ എന്തൊരു പൊളൈറ്റ്നെസ് ഉണ്ട്. ഐ ആം സോറി എന്ന് പറഞ്ഞതിന് ശേഷം നോ താങ്ക്സ് കണ്ടോ. നമ്മളിപ്പോ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറിടുന്ന ആള് വന്നിട്ട് കുറച്ചും കൂടി റൈസ് നിന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നോ എന്ന് പറഞ്ഞു. നോ എന്ന് പറയും, അതിന്റെ കൂടെ എന്ന് പറയും താങ്ക്സ്, ചോദിച്ചതിന് നന്ദി. യെസ് കേട്ടോ. അപ്പൊ
ഒന്ന് സഹായിക്കാമോ എന്ന് റസീനോട് ചോദിച്ചു. അപ്പൊ റസീനക്ക് നോ എന്ന് പറയില്ല, ഐ എം സോറി, ഐ കനോട്ട്. എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും അതാണ് നമ്മൾ പൊളൈറ്റ്നെസ്. എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുക എപ്പോഴും ഡയറക്റ്റ് കയറി നോ യെസ് എന്ന് പറയില്ല, യെസ് വെൽക്കം ഓഫ് കോഴ്സ് കേട്ടോ. വാക്കുകളിലേക്ക് എടുക്കല്ലേ, യെസ് അതൊക്കെ ഒന്ന് പരിശീലിച്ചു. ഓക്കെ, ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യം കൂടി വീണ്ടും ചോദിച്ച്. Will you prepare me a cup of tea? Will you prepare me a cup of tea? Yes, I am. ഓഫ് കോഴ്സ്, പിന്നെ തീർച്ചയായും അതാ പറഞ്ഞ Of course. ഓഫ് കോഴ്സ്. അതല്ല അതങ്ങനെ ഇംഗ്ലീഷുകാർ പറഞ്ഞ പോലെയാണ് പറയാം. യെസ് ഓഫ് കോഴ്സ്. Yes, of course, Krishnendu. Will you came with me for a movie? Of course, yes. യെസ് ഓഫ് കോഴ്സ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഓഫ് കോഴ്സിനെ പോലെ വാക്ക് മാറ്റിയിട്ട് വേറെ വാക്ക് ഉപയോഗിക്കാം. ഡെഫിനറ്റ്ലി, നിശ്ചയമായിട്ടും വരും. യെസ് കേട്ടാ, നിശ്ചയമായിട്ടും വരും. വിൽ യു കം ടു മീ വിത്ത് മീ ടു തിയേറ്റർ ഫോർ എ ഫിലിം? ഓഫ് കോഴ്സ് കറക്റ്റ് ആണ്. ഒന്ന് മാറ്റി പിടിച്ചാണ്. ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും വരും. അതിന് വേണമെങ്കിൽ റസീനക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ പേ ഫോർ ദ ടിക്കറ്റ്. ടിക്കറ്റ് ഞാൻ എടുത്തോളാം. വിളിച്ചത് ക്രിസ്റ്റ്യൻസുമാണ്, എന്നാലും അങ്ങോട്ട് പറയാം, ഐ വിൽ പേ ഫോർ ദ ടിക്കറ്റ്. Okay, thank you. I am too happy. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. സെന്റൻസ് ഒക്കെ ആഡ് ചെയ്തു, കയ്യിൽ വിട്ടോ. ഓക്കെ, കണ്ടിന്യൂ കൊള്ളാം. സംഗതി മുന്നോട്ട് പോകുന്നുണ്ട്. യെസ് ഓക്കെ. Okay. Sir, continue ചെയ്യണോ? യെസ് കണ്ടിന്യൂ. Will you help ചോദിച്ചോട്ടാ ചോദ്യങ്ങളൊക്കെ. okay. Will you help me to create a WhatsApp group? യെസ്. Definitely, Krishnendu. Okay. അതിന് പറയും ഞാൻ അഡ്മിൻ എന്ന് പറയും. I will be the admin of the group. അല്ലാതെ വെറുതെ ചോദിക്കൂ, who will be the admin of the group? ആരായിരിക്കും അഡ്മിൻ? യെസ് അല്ല, അതിന്റെ കൂടെ കൂടെ ചോദ്യം കൂടെ ചോദിക്കും. യെസ് എന്ന് പറഞ്ഞോ. ഓക്കെ, വെരി ഗുഡ് കണ്ടിന്യൂ. Krishnendu, will you come with my daughter's birthday? Yes, definitely I will come. Okay. അതിന്റെ കൂടെ ചോദിക്കും, കൃഷ്ണൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? കാരണം കൃഷ്ണൻ ഒറ്റയ്ക്ക് വെറുതെ ചിലവ് ഒരു ഗിഫ്റ്റ് മേടിക്കണ്ടേ. അപ്പൊ ഗിഫ്റ്റ് വായിക്കണമെന്നുള്ള കൃഷ്ണൻ തീരുമാനിക്കാൻ വേണ്ടിട്ട് ചോദിക്കണം, ഇപ്പൊ എത്ര വയസ്സുണ്ട്? What your daughter like most? 8 years. Okay. He like toys also? She like toys also? Yes, definitely, yes, Krishnendu. He likes toys. Okay. റസീനക്ക് വേണമെങ്കിൽ വേറെ സെന്റൻസ് എന്നെ കൂടെ ആഡ് ചെയ്യുന്നു. കൃഷ്ണൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങണ്ട, വന്നാൽ മാത്രം മതി ഇത് പറയായിരുന്നു കേട്ടോ. മനസ്സിലാഗ്രഹമുണ്ട്, വലിയ സെന്റൻസ് ആയതുകൊണ്ട് നിർത്തിയതല്ല റസീന. ഓക്കെ റസീന, വെരി ഗുഡ്. കൃഷ്ണ ചോദ്യം കിട്ടിയില്ല. റസീന, ആർ യു റെഡി? Ready, sir. Will you celebrate Christmas function with the children? എന്നോടാണോ സർ? അതന്നെ. Did you celebrate your Christmas function with your children? ആണ് ചോദിച്ചത്. No, Hasina, no. I am not celebrate Christmas because my father-in-law is in hospital. Okay, Krishnendu. Okay, dear. Okay, Hasina, thank you very much. Hasina, are you ready? Hasina Faisal? Yes, then who is just ready to ask some questions to Krishnendu? Yeah, Krishnendu കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യവർക്കാണ്. യെസ് Krishnendu, യെസ് ഓക്കെ. ഐ വിൽ കംപ്ലീറ്റ്. ഇനി അടുത്ത ആരാണുള്ളത് റെഡി ആയിട്ട് എന്നോട് ചോദിച്ചൊന്ന് പറയാനായിട്ട് ധൈര്യമായിട്ടുള്ളവര്? ആരുമില്ല? യെസ്
ആരുമില്ല അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ ആ 3 ടെൻസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുന്നു. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും 3 ടെൻസുകളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബ് അതിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് കാണിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. സിമ്പിൾ പാസ്റ്റ് പറയുന്നത് ഒരു കഴിഞ്ഞുപോയ സംഭവമാണ്. സിമ്പിൾ ഫ്യൂച്ചർ പറയുന്നത് വരാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് 3 ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, now let us go to another tense. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ടെൻസ് ആണ്. The name of the tense is present continuous. Present continuous. അപ്പൊ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ അല്ലെ? പ്രസന്റ്, പ്രസന്റ് സാർ, പ്രസന്റ് ടീച്ചർ അല്ലെ? ഇപ്പോൾ ഉള്ളതല്ല, ഇപ്പോൾ പ്രസന്റ്. കണ്ടിന്യൂവസ്, കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടരുക. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. യെസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എനിക്ക് പറയാം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, നിങ്ങൾക്ക് പറയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് തുടർച്ചയായ സംഭവമല്ല, ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂവസ് ആയ ടെൻസ് നമുക്ക് എഴുതണമെങ്കിൽ ആ വാചകത്തിലൊരു ആ ടെൻസിലൊരു വാചകം എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് എഴുതണം. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഇതിലേതെങ്കിലും ഈസ്, ആം, ആർ, ഇതിലേതെങ്കിലും ഒന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, വെർബിനോടനെ വീണിടുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ ഒരു ING. യെസ്, അതിന്റെ കൂടെ കൂടി വേണം ഒരു ING. അപ്പൊ നമുക്കൊന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇത്രയും ഈ മോഡൽ വരുമ്പോഴാണ് അത് എന്ത് ടെൻസ് ആവണേ? പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ടെൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇപ്പൊ ഞാൻ പറയണേ, ശിവപ്രിയനോട് പറയണേ, ശിവപ്രിയ ആ സോനനൊന്ന് പോയി വിളിക്കും. അപ്പൊ ശിവപ്രിയ എന്ത് ചെയ്യുന്നു? സോനെ വിളിക്കാൻ പോകുന്നു. അപ്പോ ഞാൻ നോക്കുമ്പോ ശിവപ്രിയാണ് മുന്നിൽ വന്നതാണിത്. അപ്പൊ ശിവപ്രിയനോട് ചോദിക്കും, വേർ ഈസ് സോന? അപ്പൊ സോന അവിടെ നിന്ന് നടക്കുന്നുണ്ട്, ആ ശിവപ്രിയയുടെ പുറകിലുണ്ട്. ശിവപ്രിയക്ക് അറിയാം. അപ്പൊ എന്താ പറയും? അവള് വരുന്നുണ്ട്. ഷീ ഈസ് കമ്മിങ്. കേട്ടോ, ഷീ ഈസ് കമ്മിങ്. അപ്പൊ ഷീ സബ്ജക്റ്റ് ആണ്. ഷീ കഴിഞ്ഞാൽ ഈസ് ആണ്. പിന്നെ വെർബ് കം, അതിന്റെ കൂടെ ING. ഇതുവരെ പഠിച്ച ഒരു ടെൻസിൽ നമ്മൾ ING ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എന്നിരുന്നാലും ING നിങ്ങൾ 1-2 പേര് അറിയേണ്ടൊക്കെ 1-2 സ്ഥലത്തൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസിലാണ് INGനെ കുറിച്ച് പറയുന്നത്. അതിവിടെയാണ് പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസ്. അതിന്റെ അർത്ഥം വരികയാകുന്നു, പോവുകയാകുന്നു, നടക്കുകയാകുന്നു, ഭക്ഷിക്കുകയാകുന്നു, കുളിക്കുകയാകുന്നു, കുടിക്കുകയാ, ഇങ്ങനെ പറയില്ലേ? ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും മീനിങ് ആകുന്നു എന്നാണ്. ആകുന്നു. അപ്പൊ നമ്മൾ പറയുന്ന വാചകത്തിന്റെ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് മുമ്പേ ആകുന്നു ചേർക്കാം. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈസ് ചിലപ്പോൾ നടക്കായിരിക്കും, പക്ഷെ അർത്ഥം പറയുമ്പോൾ എന്ത് പറയും? ലാസ്റ്റ് എഴുതുക. ഷീ ഈസ് കമ്മിങ്, അവൾ വരികയാകുന്നു. യു ആർ റീഡിങ്, നീ വായിക്കുകയാകുന്നു. ഐ ആം റൈറ്റിംഗ് എ നോവൽ, ഞാനൊരു നോവൽ എഴുതുകയാകുന്നു. കേട്ടോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിക്കുന്നത്. ഇപ്പൊ എനിക്ക് പറയാം, ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ് ഗ്രാമർ, ഞാൻ നിങ്ങൾ എന്ത് പറയുന്നു? ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. നിങ്ങൾക്ക് പറയാം, വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ക്ലാസ്, വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഗ്രാമർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, വി ആർ അറ്റൻഡിങ് ജോബ് സാസ് ക്ലാസ്, ഞങ്ങൾ ജോബ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാകുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസന്റില് വാട്ട് ഈസ് ഡൂയിങ്. യെസ്. അപ്പൊ നിങ്ങൾ കിച്ചണിൽ നിൽക്കുന്നു. അപ്പൊ അകത്തുനിന്നുണ്ട് ഹസ്ബൻഡ് വിളിച്ചു ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? നീ എന്ത് ചെയ്യാൻ അവിടെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ അവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് വിളിച്ച് പറയാം, ഐ ആം കട്ടിങ് വെജിറ്റബിൾസ്. കേട്ടോ, ഐ ആം കട്ടിങ് വെജിറ്റബിൾസ്. അപ്പൊ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്.
യെസ്. അപ്പോ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറയാണ്, ഈസ് എവിടെ വരും, ആർ എവിടെ വരും, ആം എവിടെ വരും എന്നുള്ളത് അറിയാൻ പാടില്ലാത്തവർ ഓർത്തിരിക്കുക. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, ഇതിൽ ഒരാളുള്ളെങ്കിൽ അവിടെയൊക്കെ എന്ത് വരും? ഈസ് വരുള്ളൂ. ഷീസ്, അവൾ, ഹീസ്, അവൻ, ബോയ് ഈസ്, ഗേൾ ഈസ് ഒക്കെ വരുള്ളൂ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബോയ്സ് ആണെങ്കിൽ ആണ്, ഗേൾസ് ആണെങ്കിൽ ആണ്, പിന്നെ വി ആർ, ദേ ആർ, യു ആർ ഒക്കെ വരുന്നുണ്ട്. ഐ സബ്ജക്റ്റ് ആകുമ്പോൾ മാത്രം എന്ത് വരും? ആം വരും. അയ്യാ, ഓക്കെ. അപ്പോ സ്നേഹ, യെസ്. ശ്രീജ, Good morning, sir. യെസ്, വെരി ഗുഡ് മോർണിംഗ്. 3 സെന്റൻസ് വേണം. ഒന്ന് ഈ subject, ഒന്ന് ആം വെച്ചിട്ട്, ഒന്ന് ആം. I am attending my online class. Yes, very good. I am taking my online class. My son is playing. Yes, oh, very good. അവിടെ ശ്രീജയ്ക്ക് കാണാൻ കൊച്ചു കളിക്കുന്നത്. My son is playing. Very good. I am learning English. Learning English. I am writing English grammar. Yes, I am writing English. I am thinking about it. Yes, I am beginning to become fluent in English. Okay? Yes. Okay, Srija. Very good, very good. Srija, അതിന്റെ എക്സാം ലൈവ് ആയിട്ടുള്ള എക്സാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ടല്ലോ ചുറ്റും നോക്കി. അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ നോക്കുമ്പോൾ നിങ്ങളുടെ അയൽവാസി അതിൽ നടന്നു പോകുന്നു. അപ്പൊ എന്ന് പറയാം, മൈ നൈബർ ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്. കേട്ടോ? യെസ്. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അമ്മ കിച്ചണിൽ പാത്രം കഴുകുകയാണ്. മൈ മദർ ഈസ് വാഷിംഗ് ഡിഷസ്. യെസ്. നിങ്ങളുടെ ഇളയ കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം, മൈ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ്. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കണം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കണം. അശ്വിനി മുരളി. Good morning, sir. യെസ്, വെരി ഗുഡ് അശ്വിനി. അശ്വിനി എന്നോടൊക്കെ എന്നിട്ട് ഈസ് വരണം, ആം വരണം, ഓരോരുത്തർക്കും നോക്കി വെച്ചോട്ടോ. അങ്ങനെ ഒരു 3 സെന്റൻസ് നോക്കി. I am reading a book. I am reading a book. Very good. She's cooking in the kitchen. She is cooking in the kitchen. അല്ലെങ്കിൽ she is cooking ബിരിയാണി. ഇരിക്കട്ടെ. Writing. അവർ അല്ലേ? They are writing stories. Okay, 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 Ashini. They are writing stories. Okay, very good, Ashini. Megha, പറഞ്ഞോളൂ. Megha. Yes, പറഞ്ഞോളൂ Megha. No problem. Okay, okay, take this. No problem, no problem. Yes, okay, okay, okay. Yes, okay, no problem. പറഞ്ഞോളൂ. I am reading a newspaper. അതെ, ഭയങ്കര എക്കോ വരുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചേ മേഘ. ഇപ്പൊ കുഴപ്പമില്ല. I am reading a newspaper. Yes. They are studying English class. Yes. My child is sleeping. Yes. They are playing. Okay. She is cooking dinner. Yes. My child is sleeping. Yes. So yes. Okay. Okay, Megha, you take some rest. Okay, very good, very good, very good. Okay, 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 okay. Thank you for cooperating with us. Yes, Aisha,
ഐഷ പറഞ്ഞോളൂ. ഐഷ. യെസ്, അഞ്ജു. അഞ്ജു യു ആർ റെഡി? അഞ്ജുവിന്റെ റൈറ്റ് ഹാൻഡ് ഉണ്ട്. ഞാൻ വരാം. അഞ്ജു കഴിഞ്ഞ റൈറ്റ് ഹാൻഡ് വരാം. അഞ്ജു പറഞ്ഞോളൂ. അഞ്ജു. I am writing the grammar. അത് അഞ്ജു ആ ഒരു കോഡൊന്ന് മാറ്റി പിടിച്ചേ. ഭയങ്കര എക്കോ, ലെജിബിൾ ആവുന്നില്ല. Hello. ഓക്കെ. I am writing the grammar. I am writing grammar. My mother watching TV serial. Yes. My neighbor. Yes, പറഞ്ഞോളൂ അഞ്ജു. My neighbor washing clothes. Yes. Okay, okay, Anju. Very good, very good, very good. Right now, പറഞ്ഞോളൂ. Okay, sir. Yes. My children are playing games. Yes, okay, correct ആണ്. Okay, my children, അത് correct ആണ് പറഞ്ഞത്. കാരണം my child ആണെങ്കിൽ ഈസ് മതി. My children എന്ന് പറയുമ്പോൾ എന്റെ കുട്ടികൾ, അപ്പൊ മോർ ദാൻ 1 ആണ്. മറ്റേ എന്റെ കുട്ടിയാണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. റൈഹാം, വെരി ഗുഡ്. യെസ്. I'm prepared for my studies for exam. Yes, I am preparing for examination. Yes. I'm learn English for English grammar. I am learning English grammar. Sorry, learning. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി വേറെ വല്ലതൊക്കെ ഇത് ചേർത്തോ? ഞാൻ 3 പറഞ്ഞത് വിചാരിച്ച് 3 തന്നെ നിർത്തണമെന്നൊന്നുമില്ല. തുടരാം, നോ പ്രോബ്ലം. My daughter watching TV. My daughter is watching TV. കറക്റ്റ് ആണ്. ഓർക്കുക, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിക്കണം കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോ സെന്റൻസ് പറയുമ്പോൾ പറഞ്ഞോ, കുഴപ്പമില്ല. യെസ്. That's all, sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, റൈഹാം, നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് പ്രസന്റിൽ വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഇപ്പൊ എന്താണ് നടക്കുന്നത്, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ്. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ് പ്ലസ് ing. They are working, she is working, I am working. Yes. Jerry Mary. Then Santosh Olikara. Yes. Okay, Santosh, പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. Yes, പറഞ്ഞോളൂ. Yes. Santosh നമുക്ക് കിട്ടിയിട്ടില്ല. Yes, Marin, are you ready? Yes. ഞാൻ ആരുടെ പേര് പറയുന്നില്ല. ഹു ഈസ് റെഡി? ഒരു 3 സെന്റൻസ്. ഈസ് വേണം, ആം വേണം, ആർ വേണം. ആരെങ്കിലും പറയാം. Hello, sir. യെസ്, ഓക്കെ, ഇസാൻ, വെരി ഗുഡ്. ഞാൻ പ്രതീക്ഷിച്ചു. യെസ്, ഇസാൻ കഴിഞ്ഞ കൃഷ്ണൻ. ഓക്കെ, ഓക്കെ, ഇസാനെ പറഞ്ഞോളൂ. I am cooking in lunch. I am cooking lunch. അത്രയും മതി. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. I am eating chocolate. I am eating chocolate. ക്ലാസിന്റെ ഇടയ്ക്ക് അതുകൊണ്ടല്ലേ. യെസ്, വെരി ഗുഡ്. I am thinking in my son's future. Yes, I am thinking about my friend's future. About ചേർത്തു. എന്റെ കൂട്ടുകാരിയുടെ ഭാവിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി എല്ലാം മാറ്റി പിടിക്കും. ഇനി 2 ആറ് പറയാം. Okay. They are reading books. They are reading books. Okay, വെറൈറ്റി പിടിക്കുമോ സാറേ? They are watching reels.
They are watching reels. അത് അവിടെ ആരോ വാച്ചിങ് റീൽസ് ആണ്. ഓക്കെ. My son is playing with toys. My son is playing with the toys. Correct. My mother is sleeping. My mother is sleeping. Yes, my mother is looking at me anxiously. പറയാം. അത്ഭുതത്തോടു കൂടി എന്റെ അമ്മ എന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. യെസ്, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി ഈസ് വെച്ച് പറ. My son is eating chocolate. യെസ്, ഓക്കെ. ഇനി ആറല്ലേ? ഈസ് പറഞ്ഞല്ലോ. Yes. ആറ്. ARE. They are working in hotel. They are working in hotel. Okay. They are preparing lunch. They are preparing. Okay. They are dancing. They are dancing. That's all, sir. Okay. Very good. Very good. Very good. Okay, Lisan. Very good. Very good. Christian, പറഞ്ഞോളൂ. Okay, sir. Yes. I am writing a poem based on Ayyappa. ഒന്നുകൂടി പറഞ്ഞേ. I am writing a poem based on Ayyappa. Yes, ഇത് കഴിയുമ്പോൾ പറഞ്ഞോട്ടോ. Yes, okay. I am writing a poem based on Lord Ayyappa. Yes. They are ready to go to Saptaham near temple. Yes, they are ready to go to nearby temple. I am finding Saptaham. I am finding my kerchief. Yes, okay. They are trying to compel me. They are trying to compel me. Okay. Okay, trying to compel me. I am ordered some products in online now. Yes, I am ordering. I am ordering some products In online now. Okay. They are making me some sweets. Yes, they are making some sweets. Okay. I am trying to sing. I am singing. I am trying to sing the poem that I have written about the Lord Ayyappa. Yes, sir. Yes, അതാ പഠിക്കുള്ളൂ. കൃഷ്ണൻ. അയ്യോ സാർ, ഞാൻ ചുമ്മാ എഴുതിയതാ. അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ കേട്ടോളാന്നേ അല്ലേ? അയ്യോ സാർ, ഒരു മിനിറ്റ്, ഞാൻ ഒരു സെക്കൻഡ് പാടാവേ. ഒരാൾ കഴിഞ്ഞിട്ട് ഞാൻ പാടാവേ. ബുക്ക് എടുത്തില്ല, എഴുതി വെച്ച ബുക്ക്. ഓക്കെ, ഓക്കെ. റെഡി ആയിക്കോ. ഞാൻ സമയം തരാം. റെഡി ആക്കി വെച്ചു. യെസ്, ഓക്കെ, ഓക്കെ. യെസ്. ഇതേപോലെ എഴുതാനും പറയാനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി തന്നോട്ടോ. നിങ്ങൾ കുട്ടികളെയും അതുപോലെ റെഡിയാക്കി തരണം. അവർക്ക് വല്ല എഴുതാനും വായിക്കാനൊക്കെ കഴിവുണ്ടെങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ. കാര്യം ശരി, നമ്മൾ ഈ ലിറ്റററി വർക്ക് അതൊക്കെ പറയും, നമുക്ക് വാല്യൂ ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് മാസം ഒരു 25,000 രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? മാസം ഒരു 25,000 ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു എത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അത് കിട്ടുക. ഇനി അതവിടെ നിൽക്കട്ടെ, എത്ര ലക്ഷം രൂപ വേണം? ഒരു കലാകാരൻ അല്ലെങ്കിൽ എഴുതുന്നതാണെന്നൊക്കെ പറഞ്ഞാലല്ലേ അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. അങ്ങേരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ മനസ്സാണ്. യെസ്, മനസ്സാണ് ഇൻവെസ്റ്റ്മെന്റ്. യെസ്, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. സ്കില്ല്, ഓക്കെ, സ്കില്ലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പ്രാക്ടീസ് കുറച്ചൊക്കെ, ഒബ്സർവേഷൻ ഉണ്ടായാൽ മതി. അപ്പൊ സ്കില്ല്. പിന്നെ വരുന്നത് കുറച്ച് പേപ്പറും ഒരു പേനകളും. യെസ്, നിങ്ങൾ എഴുതി കഴിയുന്ന ആ കൃതി അത് സക്സസ് ആയി കഴിഞ്ഞാല് പിന്നെ അതിന്റെ വില പറയുന്നത് നിങ്ങളാ. യെസ്, എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, എന്റെ സുഹൃത്ത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞൊരു സിനിമയ്ക്ക് കഥ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അഡ്വാൻസ് വാങ്ങിച്ചു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, എത്ര രൂപ അഡ്വാൻസ് തന്നു? അപ്പൊ ഒരു 1 lakh തന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തേക്കുന്നു എഴുതാൻ വേണ്ടി. എഴുതി കഴിഞ്ഞ് ബാക്കി ആഴ്ച കൊടുക്കട്ടെ. വേറെ ഒന്നുമില്ല, എഴുതാനായിട്ടൊരു അഡ്വാൻസ് ആയിട്ട് 1 lakh rupees അവർ കൊടുത്തു. എന്നിട്ട്
ഒരു റൂമും എടുത്ത് കൊടുത്തേക്കാം, അവിടെ നിന്ന് എഴുതിക്കോളാൻ പറയും. യെസ്, ആ റൂമിൽ പുള്ളി ഇരുന്ന് എഴുതുന്നു. ആ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഇതെല്ലാം അവിടെ നിന്ന് ഫ്രീ ആണ്. യെസ്, അവിടെ നിന്ന് എഴുതിയാൽ മതി. ഓക്കെ. യെസ് ക്രിസ്ത്യൻസു ക്യാമറ. യെസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഈ എഴുതുക എന്ന് പറയുന്ന ടാലന്റ് ഉണ്ടെങ്കിൽ അത് വളരെയധികം മോണിറ്ററി ബെനിഫിറ്റ് കൂടിയാണ് ഒരുപാട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കതിന് ഒരു പക്ഷേ ടേസ്റ്റ് ഇല്ലായെങ്കിലും നിങ്ങളുടെ കുട്ടികൾ അതിന് റെഡിയാക്കിയിട്ടുണ്ട്. പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടും ഒക്കെ അഭിരുചി ഉണ്ടാക്കുക. പറയാൻ പറ്റുന്ന ഒരു MT വാസുദേവൻ നായരായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഒരുപക്ഷെ ഒരു സുഗതകുമാരി ആയിരിക്കും ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. ഒരു മാധവിക്കുട്ടി ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. യെസ്. ഒരുപക്ഷെ ഒരു രഘുനാഥ് പലേരി ആയിരിക്കാം ഇന്ന് രാവിലെ നിങ്ങൾ വേലം തൂക്കി അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറക്കി പോയത് സ്കൂളിലേക്ക് ഭാവിയില്. യെസ്. അപ്പൊ അതുകൊണ്ട് അവ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അതങ്ങോട്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് വിടുക. ഒരുപക്ഷെ ഭാവിയിൽ അവരൊരു ദേശീയ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ അവൻ പറയും, എന്റെ ഈ വിജയത്തിന്റെ കാരണം എന്റെ ഉമ്മ ഫൗസിയാണെന്ന് അവിടെ നിന്ന് പറയും. അത് കേൾക്കുന്ന നിങ്ങൾ ആ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കോൾമയർ കൊള്ളും. യെസ്, ശരിയല്ലേ? അപ്പൊ അവർക്ക് ആ ടേസ്റ്റിലോട്ട് അവരെ വളർത്തിയെടുക്കും കേട്ടോ. അത് നിങ്ങൾ സക്സസ് ചെയ്യാം. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് അത് പറഞ്ഞു തരാനുള്ള ഒരു പക്ഷേ ജീവിതത്തിലെ തിരക്കിലോ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടോ സാധിച്ചത് വരില്ല. നമുക്കത് മനസ്സിലായല്ലോ. അപ്പൊ ആ ഒരു ലെവലിലോട്ട് അപ്പൊ 2 ഗുണമുണ്ട്. അപ്പൊ ആ ഒരു ട്രാക്കിലൂടെ ചിന്തിച്ചു വരും. അപ്പൊ വേറെ ദുശീലങ്ങളിലേക്ക് പോകില്ല. എല്ലാവർക്കും ഒരു കാര്യത്തിൽ ലഹരി ഉണ്ടാവും. ചില ആൾക്കാർക്ക് മദ്യത്തിലായിരിക്കും, ചില ആൾക്കാർക്ക് വേറെ ആയിരിക്കും, ചില ആൾക്കാർക്ക് പൈസയിലായിരിക്കും ലഹരി, ചില ആൾക്കാർക്ക് സ്വപ്നങ്ങളിൽ ലഹരിയായിരിക്കും. ഈസാന് ചോക്ലേറ്റ് ആണ് ലഹരി. യെസ്. അപ്പൊ എന്ന് പറഞ്ഞാല് ആ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ആണ്. യെസ്. ഓക്കെ ആയിഷ, ആ ഒരു വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ടാകും. ആ വീക്ക്നെസ് നിങ്ങൾ എന്ത് മാറ്റും? നിങ്ങളുടെ കുട്ടികളെ ഈ കലാപരമായിട്ടൊക്കെ കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്താൽ ബാക്കി അതൊന്നും പിടിച്ചാണ് കയറിക്കൊള്ളും. ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമാണ് അവരുടെ കരിയർ മാറ്റി മറിക്കുക. ചെറുപ്പത്തില് വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ മക്കള് 8ലും 9ലും ഒക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അപ്പൊ അവര് പറയണത് അമ്മക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നേരെ മറിച്ച് 1ലും 2ലും 3ലും പഠിച്ചപ്പോൾ ചോദിച്ചിട്ടില്ല. അന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു അവരുടെ വേദവാക്യം. എന്റെ അമ്മ അതാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ വിട്ട് അപ്പുറത്തേക്ക് പോയില്ല. യെസ്. ഇപ്പൊ തല തിരിച്ചു ചോദിക്കും, അമ്മക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാമോ? ടീച്ചർ വേറെയുള്ള പറഞ്ഞതെന്ന് പറയും. യെസ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് അങ്ങനെ ഒരു ചിന്ത വരുന്നതിന് മുമ്പേ നമ്മളതിനെ മൗൾഡ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ആ ട്രാക്കിലോട്ട് അവർ വീണാൽ പിന്നെ അങ്ങോട്ട് പൊക്കും. യെസ്, ആ ട്രാക്കിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആർക്കാണ് പറയാനുള്ളത്? അപ്പൊ അതിന് മുമ്പ് ക്രിസ്ത്യാനിയുടെ കവിത കേൾക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വരാം. അപ്പൊ 2026 അപ്പൊ നമ്മളുടെ ഇടയിൽ ഒരു കവി ഉണ്ടെന്ന് അറിയണ്ടേ? അല്ലേ? യെസ്. ഓക്കെ ക്രിസ്ത്യാനി, കഴിഞ്ഞ ദിവസം ഈ MG ശ്രീകുമാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോ അതിനകത്തൊരു വാചകം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു. ഒരിക്കല് MG ശ്രീകുമാറിന്റെ സഹോദരനായുള്ള MG രാധാകൃഷ്ണൻ. അപ്പോ MG രാധാകൃഷ്ണന്റെ അടുത്ത് പാട്ട് എഴുതാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഒരു സാധാരണ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോ MG രാധാകൃഷ്ണൻ പറഞ്ഞു, ഒരു പാട്ട് എഴുത്, അത് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂൺ ചെയ്യാം. അപ്പൊ വന്ന ആള് പറഞ്ഞു, ഒരു ട്യൂൺ ഇട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് എഴുതാം. അപ്പൊ ഇവര് തമ്മിൽ ട്യൂൺ ഇട്, പാട്ട് പാട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ MG രാധാകൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു ട്യൂൺ ഇട്ടു. അത് എനിക്ക് സംഗീതം അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂൺ ഇട്ട് കൊടുത്തു. ആ ട്യൂൺ കേട്ടപ്പോ തന്നെ പുള്ളി ആദ്യ വരി എഴുതി. സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് പറഞ്ഞ ഫസ്റ്റ് വരിയില്ലേ? യെസ്. ദേവാസുരൻ സിനിമ ഫസ്റ്റ് വരി എഴുതി. യെസ്. ആ വന്ന പയ്യന്റെ പേര് ഗിരീഷ് പുത്തഞ്ചേരി എന്നാണ്. യെസ്. പുള്ളി ആദ്യമായിട്ട് അന്ന് പാട്ട് എഴുതാൻ വേണ്ടി വന്നത്. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി അവിടെ എത്തി. യെസ്. അതുപോലെ ജീവിതത്തിൽ ചിലപ്പോ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ തേടി വരും. യെസ്.
അപ്പൊ നമുക്ക് കൃഷ്ണേന്ദുവിലോട്ട് വരാം. എസ് കൃഷ്ണേന്ദു പഠിക്കോളൂ. സാർ ഞാൻ ചുമ്മാ എഴുതിയ 4 വരി കേട്ടോ. എസ് ഓക്കെ, അത് നോ പ്രോബ്ലം. ഓക്കെ പാടാം. മഞ്ഞണിഞ്ഞ മാമലയിൽ വാണരുളും സ്വാമിയെ, ജന്മദോഷ സങ്കടങ്ങൾ മാറ്റിടുന്ന വാസനെ. മഞ്ഞണിഞ്ഞ മാമലയിൽ വാണരുളും സ്വാമിയെ, ജന്മദോഷ സങ്കടങ്ങൾ മാറ്റിടുന്ന വാസനെ. എന്റെ ഉള്ളു കാണണേ, എന്നിൽ കൈ നീട്ടണേ, വന്നെന്റെ നോവുകൾക്കു ശാന്തിയേകണേ. മഞ്ഞണിഞ്ഞ മാമലയിൽ വാണരുളും സ്വാമിയെ, പൊന്നിൻ മല താണ്ടി താണ്ടി ഞാനും എത്തും അയ്യപ്പ, വന്ന വിജയല്ലതില്ലാക്കിടണേ അയ്യപ്പ. അത്ര എഴുതിയിട്ടുള്ളൂ സാർ, ബാക്കി കിട്ടിയില്ല. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? താങ്ക് യു സാർ. കൃഷ്ണേന്ദുവിന്റെ ഉള്ളിലെ ഒരു മ്യൂസിക് കമ്പോസർ കൂടി കിടപ്പുണ്ട്. കാരണം ഇത് ഒരു മ്യൂസിക് വളരെ കേൾക്കാൻ ഹൃദ്യമായിട്ടുള്ള വാചകോ, ട്യൂണ് കറക്റ്റ് ആണ്. താങ്ക് യു ഓൾ. എപ്പോഴാണ് എഴുതുന്നത് കൃഷ്ണേന്ദു? സാർ പഠിക്കാതിരിക്കുമ്പോ ഇടയ്ക്ക് വരുന്നത്. ഇടയ്ക്ക് കഴിക്കാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, ശ്രമിച്ചു നോക്കും. ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേക്കും, നേരത്തെ കിടന്നു. ഒരു 9 മണിക്കാകുമ്പോൾ നമുക്ക് കിടന്നു. എന്നിട്ട് ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേക്കണം. അപ്പൊ നമ്മുടെ ഉറക്കമൊക്കെ പോയിട്ട് നല്ല സുഖമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ എഴുതുന്ന സ്ഥലത്ത് വന്നിരുന്ന് പിന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സോടൊക്കെ 5 മിനിറ്റ് പ്രാർത്ഥിച്ച് അത് എഴുതുക. അപ്പൊ നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചിന്തകളൊന്നും വന്നിട്ടുണ്ടാവില്ല. അത് ഉറക്കം കഴിഞ്ഞ് ലോകത്തിൻ്റെതായ തിരക്കുകളിലേക്കൊന്നും പോയിട്ടില്ല. യെസ്, അവിടെ ഇരുന്ന് നമ്മൾ എഴുതുക. അപ്പൊ ഈ 4 മണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി വളരെയധികം വളരെ ഇതായിട്ട് നിൽക്കുന്ന സമയമാണ്, ഉയർന്നു നിൽക്കുന്ന സമയം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വാക്കുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പേന എടുത്ത് വെച്ച് ഇങ്ങനെ എഴുതി വയ്ക്കും. ശ്രമിച്ചു നോക്ക്. ശ്രമിച്ചിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. നേരത്തെ കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ കണ്ണ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഉറക്കച്ചടവ് പാടില്ല. അപ്പൊ ഒരു മൂടുണ്ടാവില്ല. നമ്മൾ ഉറക്കം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം ശ്രമിച്ചു നോക്കി. തീർച്ചയായിട്ടും വാക്കുകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കും. യെസ്, ഓക്കെ. അപ്പോ നമ്മൾ വിചാരിച്ച പോലെയല്ല ആര് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണേന്ദു. അപ്പൊ കൃഷ്ണേന്ദുവിന്റെ എന്റെ വകയല്ല, ഞങ്ങൾക്ക് 27 പേരുണ്ട്. 27 പേരുടെയും വക അഭിനന്ദനം. യെസ്, ഭാവിയിൽ ഇതൊക്കെ ആരെങ്കിലും ഒന്ന് കാണിച്ചെങ്കിൽ റെഡിയാക്കി കഴിയുമ്പോണ്ടല്ലോ, ചിലപ്പോ അവരിതൊന്നും കൂടി അങ്ങ് മോഡിഫൈ ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ എടുക്കും. യെസ്, ഈ കലാഭവൻമണി പാടിയേക്കുന്ന പാട്ടുകൾ മുഴുവൻ എഴുതിയേക്കുന്നത് വേറൊരാളാണ്. പക്ഷെ അയാൾ നമ്മൾ അറിഞ്ഞില്ല. പിന്നീടാണ് അയാൾ വന്ന് ഞാൻ എഴുതി കൊടുത്തത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം വന്നു. ചിലപ്പോ ഒരു വരി ചിലപ്പോ എഴുതിയിട്ടുണ്ടാവും, ഒരു ത്രെഡാണത്. ബാക്കി അതിന്റെ കൂടെ ഇങ്ങനെ റെഡിയാക്കി വരുന്നത് അതുണ്ട്. ഓക്കെ. യെസ്, ഓക്കെ. വീണ്ടും കൃഷ്ണേന്ദു പ്രശസ്തിയായി കഴിയുമ്പോൾ അന്ന് പറഞ്ഞു വെച്ചാൽ മതി. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അപ്രീസിയേഷൻ ജോബ് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന 26 പേരുടെ പക്കൽ നിന്നും ജോബ് സാറിന്റെ പക്കൽ നിന്നുമാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു അപ്രീസിയേഷൻ കിട്ടിയത് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ രക്ഷപ്പെടാനായിട്ടൊരു ചാൻസ് ദൈവം തരും. ഒരു ചാൻസ് തരും, നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ അത് ഏറ്റവും വലിയ ചിന്ത. അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. യെസ്, ചിലപ്പോൾ ഇതിന് കുറെ വർഷങ്ങളോളം നമ്മൾ പാടുപെടേണ്ടി വരും, മെനക്കെടേണ്ടി വരും. ഞാൻ നമ്മൾ പറഞ്ഞതാണ് ഒരു നാടകവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇൻ മൈ ലൈഫ് പറഞ്ഞാണ്. ഇല്ല അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാനിപ്പോ പറയാം, ഇപ്പൊ ഈ കലാപരമായിട്ടുള്ള കാര്യം പറഞ്ഞതിനാണ് കുറെ നാടകങ്ങളൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ അപ്പൊ എനിക്കൊരു കുറെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൂടെ കഥ വന്നു. അന്ന് അതൊന്ന് എഴുതാനില്ല എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് എഴുതി. ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എഴുതിയല്ല. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടംപോലെ സമയം ഫ്രീ കിട്ടിയത്. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഒന്ന് അവതരിപ്പിച്ച് കാണണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എന്റെ സുഹൃത്തുക്കളെ കൂടെ കാണിച്ചു കൊടുക്കും. അപ്പൊ അവര് വായിച്ചിട്ട് പറഞ്ഞു ഇന്നത് എഴുതിന് കുറെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെയൊന്നും അല്ല, ഇത് ഇങ്ങനെയൊക്കെ തിരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒന്നും കൂടിയൊക്കെ തിരുത്തി 2ാമത് എഴുതി. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പല ആളുകളെയും കൂടെ കാണിച്ചു, ഇതൊന്ന് അവതരിപ്പിക്കാമെന്ന് ചോദിച്ചു. അത്
ഏതാണ്ട് ഒരു 7 വർഷത്തോളം ഞാൻ കാണിച്ചിട്ടുണ്ട്. 7 വർഷത്തോളം, അതായത് പല ഇതായിട്ട്. പക്ഷെ എന്നാലും ഞാനത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ലാസ്റ്റ് തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള ഒരു നാടക സമിതി വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങളിത് കളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അവരുടെ കണ്ടീഷൻ പറഞ്ഞു, അവരുടെ സമിതിക്ക് ഒരു പേറ്റർ, ഒരു രക്ഷാധികാരി ഉണ്ട്, ഒരു പള്ളിയുടെ അച്ഛനാണ്. അദ്ദേഹം ഇത് വായിച്ചിട്ട് ഓക്കെ പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത് അവതരിപ്പിക്കാം, അടുത്ത പോലെ അവതരിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ ഈ പള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് പോയി. ഒരു ആശ്രമത്തിൽ പുള്ളി ഒരു കലാകാരനൊക്കെയാണ്. പുള്ളിക്ക് അത് കൊണ്ടേ കൊടുത്തു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാനിത് വായിച്ചിട്ട് നാളെ തൃശ്ശൂർ 2 ദിവസം കഴിയുമ്പോൾ തൃശ്ശൂർ വരും, അപ്പൊ അവിടെ വന്നാൽ മതി, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് വായിച്ച് 2 ദിവസം കഴിയുമ്പോൾ തൃശ്ശൂർ പാറമേക്കാവ് അമ്പലത്തിന്റെ അരികത്തുള്ള ഒരു ആലിന്റെ ചോട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ഈ അച്ഛൻ അവിടെ വന്നു. അദ്ദേഹം ഇത് വായിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളത് വായിച്ചു നോക്കി. അപ്പോ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനൊരു 80 മാർക്ക് ഇട്ടിട്ടുണ്ടാന്ന് പറഞ്ഞു. 100-ൽ 80. ഞാൻ പറഞ്ഞു, അച്ഛൻ അത് വളരെ കുറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ പിശിക്ക് മാർക്ക് ഇടുന്ന ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ 80 മാർക്ക് നല്ല മാർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ സന്തോഷിച്ചു. അപ്പൊ ഈ ട്രൂപ്പിന്റെ ഉടമസ്ഥൻ അതിന് അടുത്തൊരു ഡിമാൻഡ് വെച്ചു, ഞങ്ങളുടെ പഴയ നാടകങ്ങളിലൊക്കെ സജീവമായിട്ട് അഭിനയിച്ച ഒരു നടനുണ്ട്, അദ്ദേഹം ഇപ്പൊ സിനിമയിലാണ്, അദ്ദേഹത്തിന്റെ പേര് ശ്രീ ശിവജി ഗുരുവായൂർ, സിനിമാ നടനാണ് അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, അദ്ദേഹം കൂടി ഇത് വായിച്ചിട്ട് ഓക്കെ പറഞ്ഞാൽ നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവായൂര് കോട്ടപ്പടിയിലുള്ള പുള്ളിയുടെ വീട്ടില് ഈ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ പോയി. അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ ഇരുന്ന് ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ച് പുള്ളി കേൾപ്പിക്കാം. അപ്പൊ ഒരു പകുതി കഴിഞ്ഞപ്പോ തന്നെ പുള്ളി പറഞ്ഞു, വേണ്ട ഇത് വായിക്കണ്ട, ഇത് മതി, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭയങ്കര സന്തോഷമായി. 2 കടമ്പൊക്കെ ചാടിക്കിടന്നുള്ളത്. അപ്പോഴാണ് പുള്ളി ഓണർ അടുത്ത കടമ്പ പറയുന്നത്, ഇതിനു മുമ്പ് ഞങ്ങളുടെ നാടകങ്ങളൊക്കെ സ്ഥിരം എഴുതിയിരുന്ന ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹം ഇപ്പൊ സിനിമയിൽ തിരക്കാണ്, സിബി മലയിലേക്ക് അടുത്ത പടത്തിന്റെ സ്ക്രിപ്റ്റ് പുള്ളിയാണ് എഴുതുന്നത്, തിരക്കണം, എങ്കിലും പുള്ളി ഇപ്പൊ നാട്ടിലുണ്ട്, പുള്ളിയും കൂടി ഒന്ന് വായിച്ചിട്ട് ഓക്കെ പറഞ്ഞാല് ഞങ്ങളത് എടുക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടി എന്റെ പ്രതീക്ഷ പോയി. കാരണം പിന്നെ വായിക്കാൻ പോകുന്നത് ഒരു തിരക്കഥാകൃത്താണ്, അപ്പൊ എങ്ങനെ വന്നാലും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു എടുക്കാതിരിക്കുക എന്തുകൊണ്ടെങ്കിലും അവിടെ കൊടുത്തു വിട്ടു. അങ്ങനെ കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു, തൃശ്ശൂര് റൗണ്ടില് ഒരു കോർപ്പറേഷന്റെ ഒരു പാർക്കുണ്ട്, അവിടെ വരാൻ പറഞ്ഞു. അവിടെ വന്നു കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിത് വായിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ സംഗതി ഫിക്സ് ആയി. അപ്പൊ ഞാൻ കൃഷ്ണനോട് പറഞ്ഞത് 7 വർഷം വേണ്ടി വന്നു അത് രംഗത്ത് അവതരിപ്പിച്ച് എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. യെസ്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണേന്ദു ജീവിതത്തില് ഈ കലാകാരന്മാർക്ക് കലാകാരികൾക്കൊക്കെ ചിലപ്പോൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വരും. ആ കാത്തിരിപ്പ് ഇടയ്ക്ക് നമ്മൾ നിരാശ പാടില്ല. യെസ്, അത് സക്സസ് ആവും. ആ സക്സസ് ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയിൽ ഇവരെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് എനിക്ക് കലാകാരന്മാരോടും കലാകാരികളോടൊക്കെ ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു ഇന്റിമസി കൂടുതൽ വരുന്നത്. സോ സമയക്കുറവ് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.